ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി നമ്മൾ കാർഡ് ഷഫിൾ ചെയ്യാൻ പോവാണ്. ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആണ്. നിങ്ങളിപ്പോൾ കാണുന്നുവോ അപ്പോൾ മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന റീഡിംഗ് ആണ്. നമ്മൾ ഇന്ന് ഓറക്കിൾ ഡെക്കാണ് ആദ്യം നോക്കുന്നത്. നിങ്ങളുടെ എനർജിയും നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയുമാണ് നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. എന്താണ് നിങ്ങൾക്കായിട്ട് യൂണിവേഴ്സ് നൽകുന്ന സൈൻ എന്ന് നോക്കാം, മെസ്സേജ് എന്ന് നോക്കാം. ഇന്ന് കുറച്ച് തിരക്കുണ്ടേ, അതുകൊണ്ട് ഫാസ്റ്റായിട്ട് റീഡിങ് എടുക്കുകയാണ് കേട്ടോ. ഹാബിറ്റ്സ് എന്നാണ് ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത്. കാണുന്നില്ലേ? ഇൻഡിസിസീവ്, detachment, third party, unworthy, escape, ഇറീപ്ലേസബിൾ. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയും നിങ്ങളുടെ എനർജിയുമാണ് നമ്മൾ കാർഡ്സിലൂടെ നോക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇന്ന് മോർണിംഗിൽ നമ്മൾ ഷോർട്സ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് കാർഡ്സ് ഷഫിൾ ചെയ്തപ്പോൾ ലവേഴ്സ് കാർഡും ലവ് കാർഡും 2 of കപ്സ് കാർഡും കയറി വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ഇവിടെ ഒരു സോൾമേറ്റ് കണക്ഷനെയാണ് കാണിക്കുന്നുണ്ടായിരുന്നത്. പിന്നത്തെ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കൂടുതലും കാണിക്കുന്നത്. നമുക്ക് നോക്കാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ഹാബിറ്റ്സ് എന്നാണ്. ഐ ഡോണ്ട് നോ ഇഫ് വി വിൽ എവർ ചേഞ്ച്. അവർ ചിന്തിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും മാറുമോ എന്നാണ്. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള ഭയത്തെ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സന് മാറ്റം സംഭവിച്ചിട്ടുണ്ടായിരുന്നു, എന്നിട്ടാണല്ലോ അവർ മാറിപ്പോയിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്കും മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്നവർ ചിന്തിക്കുന്നു. ഈ ഒരു സെപ്പറേഷൻ, നോ കോണ്ടാക്ട് സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ എന്നവർ ചിന്തിക്കുന്നു. അവർ സൈലൻ്റ് ആയിട്ടിരിക്കുന്ന സമയത്തെയാണ് അവർ ചിന്തിക്കുന്നത്. നിങ്ങൾ അവരെ സ്നേഹിക്കുമോ എന്നുള്ള ഭയം ഇവിടെ ഉണ്ട്. നമുക്ക് നോക്കാം. സെക്കൻഡ് കാർഡ് ഇൻഡിസിസീവ്. I know my inability to make a decision hurt you. ഒരു തീരുമാനമെടുക്കാനായിട്ട് എൻ്റെ കഴിവില്ലായ്മ അത് നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് എനിക്കറിയാം. അപ്പോൾ ഒരു തീരുമാനം എടുക്കാൻ സാധിക്കാതെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്നും സൈലൻ്റ് ആയിട്ട് നിന്നിട്ടുള്ളത്. അത് നിങ്ങൾ ഒത്തിരി വേദനിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ചിന്തിക്കുന്നത് നിങ്ങൾക്ക് മാറ്റം സംഭവിച്ചിട്ടുണ്ടോ എന്ന്. Detachment. I had to let this go so I could clear my mind. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ ശുദ്ധീകരിക്കാനായിട്ട് മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, യോഗ പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ തന്നെ പൂർണ്ണതയിൽ എത്തിക്കാനായിട്ട് ശുദ്ധീകരണ പ്രവർത്തനമാണ് നിങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വളരെയേറെ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് യൂണിവേഴ്സിൻ്റെ ഒരു ഭാഗമായി മാറിക്കഴിഞ്ഞതെന്ന് കാർഡ്സ് പറയുന്നു. തേർഡ് പാർട്ടി. There were other things that got in the way of us being together. ഇവിടെ നമ്മൾ ഒന്നാകുന്നതിന് തടസ്സമായിട്ട് മറ്റു ചില കാര്യങ്ങൾ കൂടി ഉണ്ടെന്ന് അവർ പറയുകയാണ്. അപ്പം എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമായിരിക്കാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ നല്ലതുപോലെ കാണിക്കുന്നുണ്ട്. ഇന്ന് തിരിച്ചറിവാണ് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് അൺവർത്തി എന്നാണ്. യു ആർ എ ബെറ്റർ പേഴ്സൺ ദാൻ ഐ ആം. നീ എന്നെക്കാളും നല്ലൊരു വ്യക്തിയാണ്, മികച്ചൊരു വ്യക്തിയാണെന്ന് അവർ പറയുകയാണ്. ആ തിരിച്ചറിവ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. നിങ്ങളെ അവരർഹിക്കുന്നുണ്ടോ എന്ന് പോലും
അവർ ചിന്തിക്കുകയാണ്. എസ്കേപ്പ്, ഐ ലെഫ്റ്റ് വെൻ തിങ്സ് ഗോട്ട് ഹാർഡ്. നിങ്ങളുടെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു ബന്ധത്തിൽ, ഈ ഒരു സെപ്പറേഷനിൽ നിങ്ങൾ വളരെയേറെ വേദനിച്ചൊരു നിമിഷത്തെ കാണിക്കുന്നു. അതുകൊണ്ട് താൽക്കാലികമായിട്ട് നിങ്ങൾ മാറി നിൽക്കുക എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങൾ ഒത്തിരി കാലം അവരുടെ പിന്നാലെ ഇങ്ങനെ ചേസ് ചെയ്തു പോയി, അവർ സൈലൻ്റ് ആയിട്ടിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഡിപ്രഷനിലേക്ക് വരെ പോകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ അത്രയേറെ വേദനിച്ചിട്ടുണ്ട്, പെയിൻഫുള്ളിയാണ് കാണിക്കുന്നത്. അപ്പോൾ കാര്യങ്ങൾ വഷളായപ്പോൾ, നിങ്ങളുടെ സാഹചര്യം തന്നെ മോശമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്തപ്പോൾ നിങ്ങൾ താൽക്കാലികമായിട്ട് മാറി നിൽക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. കാര്യങ്ങൾ വഷളായപ്പോൾ ഞാൻ മാറി നിന്നു എന്നാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നും മാറി ചിന്തിച്ചു തുടങ്ങി എന്നാണ് കാർഡ്സ് പറയുന്നത്. ഇറിപ്ലേസബിൾ, ദ വേ യു ലവ് ക്യാൻ നെവർ ബി മാച്ച്ഡ്. നിനക്ക് പകരമാകാനായിട്ട് വേറെ ആരെയും ഞാൻ കണ്ടിട്ടില്ല എന്നവർ പറയുകയാണ്. അപ്പോൾ തിരിച്ചറിവ് തന്നെയാണ് ഓറക്കൽ ഡെക്ക് പറയുന്നത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി നിങ്ങളെ അവർക്ക് മിസ് ചെയ്യുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. അവർ ചെയ്ത തെറ്റെന്തെന്ന് അവർ മനസ്സിലാക്കിയിട്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് നിങ്ങൾ വിശ്വസിക്കുക. അതാണ് നിങ്ങളിലേക്ക് വരുന്ന സക്സസ്, അബണ്ടൻസ്. ഒറക്കിൾ ഡെക്ക് കഴിഞ്ഞു. നമ്മളിനി ടാരോ കാർഡ് എടുക്കുകയാണ്. എന്താണ് യൂണിവേഴ്സ് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് നൽകുന്ന മെസ്സേജ്? ഇവിടെ 4 ഓഫ് പെൻഡക്കിൾ ആണ് കിട്ടിയിട്ടുള്ള കാർഡ്. കാണുന്നുണ്ടോ? ഓക്കെ, 4 ഓഫ് പെൻഡക്കിൾ, എർത്ത്ലി പവർ എന്നാണ് പറയുന്നത്. യൂണിവേഴ്സിന്റെ പവറിനെയാണ് ഇവിടെ കാണിക്കുന്നത്. 2 കാർഡുണ്ട്. യെസ്, ഡെവിൾ, തേർഡ് പാർട്ടി. ഓറക്കിൾ ഡെക്കിൽ പറയുന്നതും ടാരോ കാർഡിൽ പറയുന്നതും ഒരേ എനർജി തന്നെയാണ്. ഏസ് ഓഫ് കപ്സ് കാർഡ്. അപ്പോൾ സ്നേഹം കവിഞ്ഞൊഴുകുകയാണ്. നിങ്ങളോടുള്ള സ്നേഹത്തെയാണ് അവിടെ കാണിക്കുന്നത്. നിങ്ങളെ അത്രയേറെ അവർക്ക് മിസ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് കാർഡ്സിൽ പറയുന്നത്. ഹാങ്ഡ് മാൻ, യൂണിവേഴ്സിൽ സറണ്ടർ ആകുക, യൂണിവേഴ്സിൽ വിശ്വസിക്കുക എന്ന് തന്നെയാണ് പറയുന്നത്. ഇവിടെ 6 ഓഫ് സ്വാർട്സ് കാർഡാണ് കിട്ടിയിട്ടുള്ളത്. യൂണിവേഴ്സ് നിങ്ങളിലേക്ക് ബ്ലെസ്സിങ്സ് തന്നെയാണ് കൊണ്ടുവരുന്നത്. അവരിലെ മാറ്റത്തെയാണ് കാർഡ്സുകൾ പറയുന്നത്. നൈറ്റ് ഓഫ് സ്വാർട്സ് കാർഡ്, പ്രണയം നിങ്ങളിലേക്ക് തരുവാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഏസ് ഓഫ് വാൻസ് കാർഡ്, ആക്ഷൻ എടുക്കാൻ പോവാണ്, തീരുമാനത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ ഷോർട്സിൽ കിട്ടിയിട്ടുള്ള കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ലവേഴ്സ് കാർഡാണ്. ഇവിടെ അവരുടെ ആക്ഷനെയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളിലേക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ തിരിച്ചു വരവ് തന്നെയാണ് ഓരോ കാർഡ്സും പറയുന്നത്. അവരിലെ ഡിസിഷനെയാണ് കാർഡ്സ് പറയുന്നത്. ആദ്യത്തെ കാർഡ് പറയുന്നത് എന്താണ്? 4 ഓഫ് പെൻഡക്കിൾ ആണ്. നോക്കൂ, ഇവിടെ ഈ കാർഡ് പറയുന്നത് എർത്ത്ലി പവർ എന്നാണ്. എർത്ത്ലി പവർ എന്ന് പറയുമ്പോൾ യൂണിവേഴ്സിൻ്റെ പവറിനെയാണ് കാണിക്കുന്നത്. നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ ആയിട്ടുള്ളൊരു സ്റ്റെബിലിറ്റി, സേവിങ്സ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള നിങ്ങളുടെ ലൈഫ് സക്സസ്സിലേക്ക് എത്താൻ പോകുന്നു. ഇവിടെ യൂണിവേഴ്സായിട്ട് തന്നെ ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു, ഫ്ലോ ചെയ്യാണ്. മെറ്റീരിയൽ അബണ്ടൻസ് ആണ് കാണിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ പരമായിട്ടുള്ള കാര്യത്തിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നിങ്ങളിലേക്ക് ഒരു ഒഴുക്കിനെയാണ് കാണിക്കുന്നത്. എന്താ പറയേണ്ടത്? എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ യൂണിവേഴ്സ് പറയുന്നു. ഇവിടെ യൂണിവേഴ്സിനോട് നമുക്ക് കിട്ടിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും താങ്ക് യു യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു നിമിഷം മുതൽ നിങ്ങളിലേക്ക് മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. നിങ്ങൾ തയ്യാറായിക്കോളൂ, നിങ്ങൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് നിങ്ങൾ എത്തിക്കുകയാണ് എന്ന് കാർഡ് പറയുന്നു. ഇവിടെ ഒരുപാടെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒന്നാണ് ആഗ്രഹിച്ചെങ്കിൽ നിങ്ങളിലേക്ക് ഒരുപാടാണ് യൂണിവേഴ്സ് തരുന്നത്. ഒരുപാട് നിങ്ങളിലേക്ക് പെൻറ്റക്കിൾസ് ഇങ്ങനെ അട്രാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, എല്ലാ പെൻറ്റക്കിൾസും നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്ത് നിങ്ങളിലേക്ക് അബണ്ടൻസ് തന്നെയാണ് കാണിക്കുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ വ്യൂവറുടെ എനർജിയാണ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാൻ തന്നെയാണ് ഞാൻ പറയുന്നത്.
ഇവിടെ സെക്കൻഡ് കാർഡ് എന്താണ്? ഡെവിളാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്ന് പറയുന്നു. ഇവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിൽ നിന്ന് മാറി നിന്നിട്ടുള്ളത് തേർഡ് പാർട്ടി സിറ്റുവേഷൻ മൂലമാണെന്ന് തന്നെയാണ് വീണ്ടും ടാരോ കാർഡ് പറയുന്നത്. കൂടുതലായിട്ട് പറയണം എന്ന് എനിക്ക് തോന്നുന്നില്ല, കാരണം നിങ്ങൾക്കറിയാം എന്താണ് സിറ്റുവേഷൻ എന്ന്. ഇവിടെ തേർഡ് പാർട്ടിയിൽ നിന്നും നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഏസ് ഓഫ് കപ്സ് കാർഡാണ് കിട്ടിയിട്ടുള്ള കാർഡ്. ഈ ബന്ധം എവിടെയും ആയി പോകില്ല എന്ന് യൂണിവേഴ്സ് പറയുന്നു. ന്യൂ കണക്ഷനെയാണ് ഈ കാർഡ് പറയുന്നത്. റൊമാൻറ്റിക് ആയിട്ടുള്ള ഫീലിങ്സ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. ഹോപ്പ് തന്നെയാണ് പറയുന്നത്. ന്യൂ ഫൗണ്ടഡ് ഇമോഷൻ എന്ന് പറയുന്നു. എവേക്കനിങ് ദി ഹാർട്ട്. നിങ്ങൾ സന്തോഷിക്കാനായിട്ട് തയ്യാറായിക്കോളൂ എന്ന് യൂണിവേഴ്സ് പറയുന്നു. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ് തന്നെയാണ് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. നിങ്ങളുടെ ഹേർട്ട് ഓപ്പൺ ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സൻ്റെ സ്നേഹം നിങ്ങളിലേക്ക് കൊണ്ടുവരാൻ തന്നെയാണ്. ആ ഒരു സ്നേഹത്തിനായിട്ട് വെയിറ്റ് ചെയ്യാൻ യൂണിവേഴ്സ് പറയുന്നു. നിങ്ങളിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് യൂണിവേഴ്സ് തരുന്നു നിങ്ങൾ ആഗ്രഹിച്ച ജീവിതം എന്ന് യൂണിവേഴ്സ് പറയുകയാണ്. പോസിറ്റീവായിട്ട് തന്നെയാണ് തിങ്ക് ചെയ്യേണ്ടത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഹാങ്ഡ് മാനാണ് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾ യൂണിവേഴ്സിൽ സറണ്ടർ ആയിട്ടില്ലേ? യൂണിവേഴ്സിൽ പ്രാർത്ഥിച്ചിട്ടില്ലേ? ആ ഒരു എനർജി എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണാതെ പോവില്ല. ആ ഒരു പ്രെയർ എന്ന് പറയുന്നത് യൂണിവേഴ്സ് കാണാതെ പോവില്ല എന്ന് തന്നെയാണ് ഹാങ്ഡ് മാൻ പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് യൂണിവേഴ്സിനോട് ചോദിച്ചാലും യൂണിവേഴ്സ് നിങ്ങളിലേക്ക് തരുന്നു എന്നാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ പേർപ്പസിനെ കാണിക്കുന്നു. ന്യൂ വിസ്ഡം ഫൗണ്ട് എന്നാണ് ഈ കാർഡ് പറയുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ടീച്ചിങ് നിങ്ങളിലേക്കും നിങ്ങളുടെ പേഴ്സണിലേക്കും സംഭവിച്ചു കഴിഞ്ഞു എന്ന് പറയുന്നു. ഇത്രയും നാൾ നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ നിങ്ങളുടെ ലൈഫ് തന്നെ സാക്രിഫൈസ് ചെയ്തിട്ടുള്ളത്, അവിടെയാണ് മാറ്റം വന്നിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ യൂണിവേഴ്സിൻ്റെ ഭാഗമായി മാറിക്കഴിഞ്ഞൊരു നിമിഷം മുതൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളിലേക്ക് തിരിച്ചു വരുവാനുള്ള ആഗ്രഹത്തെ കാണിക്കുന്നു. ഇവിടെ നിങ്ങളെ സഹായിക്കുന്നത് ആരാണ്? യൂണിവേഴ്സാണ്. യൂണിവേഴ്സിൻ്റെ ഭാഗത്ത് എല്ലാം ഉണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ലിമിറ്റേഷനിലൂടെ കടന്നുപോയ വ്യക്തികളായിരിക്കാം. യൂണിവേഴ്സിൻ്റെ മുന്നിൽ നമുക്ക് ലിമിറ്റേഷൻസ് ഇല്ല, അനന്ത സാധ്യതകൾ മാത്രമാണുള്ളത്. യൂണിവേഴ്സിൽ സറണ്ടർ ആയിക്കഴിഞ്ഞാൽ ഇവിടെ ഏതൊരു കാര്യവും മിറാക്കിളായി മാറുമെന്നാണ് പറയുന്നത്. ഇവിടെ ഡിവൈൻ എനർജി എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. പോസിറ്റീവായിട്ടുള്ള ഔട്ട്കംസ്, ഗുഡ് ന്യൂസ് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാമെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. യെസ്, ഇവിടെ 6 ഓഫ് സോർട്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ് കാണിക്കുന്നത്. ഏൺഡ് സക്സസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. നിങ്ങളിലേക്ക് വരുന്ന യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് എന്ന് പറയുന്നത് അർഹമായ സമയത്ത് നിങ്ങളിലേക്ക് എത്തുന്നു എന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. ഒരു ട്രാൻസിഷനാണ് ഈ കാർഡ് പറയുന്നത്. അറൈവിങ് അറ്റ് ദി പെർഫെക്റ്റ് ടൈം എന്ന് പറയുന്നു. ഹീൽ ചെയ്യുക എന്ന് യൂണിവേഴ്സ് പറയുന്നു. ഇവിടെയാണ് മാറ്റം സംഭവിക്കുന്നത്. നിങ്ങൾക്ക് മറ്റുള്ളവരെ സഹായിക്കുവാനായിട്ടുള്ള ഒരു അവസരം കൂടി വരുന്നുണ്ട്. ആരോ ഒരു വ്യക്തി നിങ്ങളോട് സഹായം അഭ്യർത്ഥിച്ചു വരുന്നുണ്ട്, നിങ്ങൾ സഹായിക്കുന്നുണ്ട്. ആ ഒരു എനർജി ഇവിടെ കാണിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങളിലേക്കും യൂണിവേഴ്സ് സഹായം എത്തിക്കുന്നുണ്ട്. അർഹമായ സമയത്ത് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ മറ്റുള്ളവരെ സഹായിക്കാനായിട്ട് തയ്യാറാകുക. നമുക്ക് നമ്മുടെ യൂണിവേഴ്സ് നമ്മളെ സഹായിക്കും. ഇവിടെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് തന്നെയാണ്. നിങ്ങളുടെ പേഴ്സൻ്റെ ചേഞ്ച്, നിങ്ങളുടെ പേഴ്സൻ്റെ മാറ്റത്തെയാണ് ഇവിടെ കാണിക്കുന്നത്. സ്പിരിച്വൽ ആയിട്ടുള്ള ട്രാൻസിഷൻ തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ യൂണിവേഴ്സ് അവരിൽ മാറ്റം കൊണ്ടുവന്നാൽ നിങ്ങളിലേക്ക് തന്നെയാണ് അവർ വരുവാനായിട്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയം കടന്നു പോകുമെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഈസി ആയിട്ട് ക്രോസ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കൂടെ നിങ്ങളുടെ പ്രപഞ്ചശക്തിയുമുണ്ട്. നൈറ്റ് ഓഫ് സോർട്സ് കാർഡാണ്. ഇവിടെ നിങ്ങളുടെ പേഴ്സൻ്റെ ഡിസിഷൻ മേക്കിങ്ങിനെയാണ് കാർഡ് പറയുന്നത്. അവർ ഡിറ്റർമിനേഷനോട് കൂടി തന്നെയാണ് അവരുടെ ലൈഫിനെ നോക്കിക്കാണുന്നത്. അവർ അവരുടെ അംബിഷൻ ഫോളോ ചെയ്യുന്നു. അവർ സക്സസ്സിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാർഡ് പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ ക്വിക്കായിട്ട് അവർ എനർജി എടുത്തുകൊണ്ട് നിങ്ങളിലേക്ക് വരികയാണ്. അവരുടെ തീരുമാനം എന്ന് പറയുന്നത് നിങ്ങളിലേക്ക് തന്നെയാണെന്ന് യൂണിവേഴ്സ് പറയുന്നു. അവരുടെ സ്വപ്നങ്ങൾ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെന്ന സ്വപ്നത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ഫാസ്റ്റായിട്ടുള്ള ഒരു എനർജി തന്നെയാണ് ഇവിടെ നൈറ്റ് ഓഫ് സോർട്സ് കാർഡ് പറയുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അവരിലെ തീരുമാനത്തെയാണ് കാർഡ്സ് പറയുന്നത്. ഇവിടെ ലാസ്റ്റ് കാർഡ് കിട്ടിയിട്ടുള്ളത് എന്താണ്? ഏസ് ഓഫ് വാൻസ് കാർഡാണ്. നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഒരു ഗുഡ് ന്യൂസ് എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്ക് വരുന്ന എനർജി അവർ മാക്സിമം പൊട്ടൻഷ്യൽ എടുത്തുകൊണ്ട് തന്നെയാണ് നിങ്ങളിലേക്ക് വരുന്നത്. ഇവിടെ നിങ്ങളെന്ന വ്യക്തി
നിങ്ങളുടെ പേഴ്സണുമായിട്ട് കണക്ട് ചെയ്യുന്നു എന്നാണ് കാർഡ് പറയുന്നത്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്തിട്ടുള്ള പ്രയർ യൂണിവേഴ്സ് കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ കഴിവിനെ യൂണിവേഴ്സോട് പറയുന്നു. മാനിഫെസ്റ്റ് ചെയ്താൽ മാത്രം പോരാ, അതിനൊരു കഴിവുണ്ടായിരിക്കണം. നമ്മളുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാനായിട്ടൊരു കഴിവ് വേണം. യൂണിവേഴ്സിന് നമ്മുടെ പ്രാർത്ഥന ജെനുവിനാണെന്ന് തോന്നണ്ടേ? അപ്പം നിങ്ങൾക്ക് കഴിവ് വേണ്ടേ? നിങ്ങളുടെ പ്രാർത്ഥന ജെനുവിനാണെന്ന് യൂണിവേഴ്സിന് മനസ്സിലായി എന്നാണ് പറയുന്നത്. നിങ്ങളിലേക്ക് പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ നിങ്ങളുടെ ബ്രില്യൻ ഫ്യൂച്ചറാണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെയുണ്ടെന്ന് തന്നെയാണ് കാർഡ്സ് പറയുന്നത്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളുമായിട്ടുള്ള ബന്ധം തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ. പൂർണ്ണമായിട്ട് നിങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട്, നിങ്ങളുടെ പവറിനെ, നിങ്ങളുടെ സ്നേഹത്തെ, നിങ്ങളെന്ന വ്യക്തിയെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് അവർ നിങ്ങളിലേക്ക് വരുന്നു. ഇവിടെ ആക്ഷൻ എടുക്കുന്ന നിങ്ങളുടെ പേഴ്സൻ്റെ എനർജി തന്നെയാണ് കാണിക്കുന്നത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളെ സഹായിക്കുന്നുണ്ട്. നമ്മൾ ടൈം കാർഡും കൂടി എടുത്തിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇന്ന് കുറച്ച് തിരക്കുണ്ട്. എന്താണ് 3 കാർഡ് ഒരുമിച്ച് വന്നിട്ടുണ്ട്. ഓൺ എനി ഫ്രൈഡേ ഡിഫിക്കൽട്ടീസ് ഇൻ വർക്ക് ടേക്ക് യുവർ മാമാസ് ഹെൽപ്പ്. ഇവിടെ നിങ്ങളുടെ എനർജിയാണ് കാർഡ്സ് പറയുന്നത്. ജോലിയിലുള്ള ബുദ്ധിമുട്ടിനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ അമ്മയുടെ സഹായം തേടാനാണ് പറയുന്നത്. അമ്മ സഹായിക്കുമെന്നാണ് പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ നിങ്ങൾക്കായുള്ള കാർഡ് എന്ന് പറയുന്നത് എന്താണ്? ഓൺ എനി ഫ്രൈഡേ ഡിഫിക്കൽട്ടി ഇൻ വർക്ക് ടേക്ക് യുവർ മാമാസ് ഹെൽപ്പ്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാം. ഒരു കാർഡും കൂടി എടുക്കണോ? എടുക്കാലോ. ഇൻ 22 days കാണുന്നുണ്ടോ? ഓക്കെ, ഇൻ 22 days. അപ്പോൾ ഫ്രൈഡേ എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വരുന്ന ഫ്രൈഡേ ആയിരിക്കാം, നെക്സ്റ്റ് ഫ്രൈഡേ ആയിരിക്കാം. 22 days എന്ന് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിടുന്ന വിഷമഘട്ടത്തിൽ നിങ്ങളുടെ അമ്മയുടെ സഹായം തേടുക എന്നും യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഇവിടെ നിങ്ങൾക്ക് പ്രപഞ്ചശക്തിയെയും വിശ്വസിക്കാം, നിങ്ങളുടെ അമ്മയെയും വിശ്വസിക്കാം എന്ന് കാർഡ്സ് പറയുന്നു. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. യൂണിവേഴ്സ് നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. ഇന്ന് കുറച്ച് തിരക്കുണ്ട്. ഇന്ന് കുറച്ച് റീഡിങ്സ് ഉള്ള ദിവസമാണ്. അതുകൊണ്ട് റീഡിങ് പെട്ടെന്ന് നിർത്തുകയാണ് കേട്ടോ. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. റീഡിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണലായിട്ട് റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റായിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.